കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് തടയാതെ ഹൈക്കോടതി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന് ആരോപിച്ച് പ്രതി അഫാന്റെ പിതാവാണ് കോടതിയെ സമീപിച്ചത്. സിനിമയെ കലയായി കണ്ടാൽ പോരെ എന്ന് കോടതി ചോദിച്ചു. ഹർജിയിൽ സെൻസർ ബോർഡ് അടക്കമുള്ള എതിർകക്ഷികളോട് ഹൈക്കോടതി വിശദീകരണം തേടി. വിശദാംശങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് KM ഷബ്ന ചേരുകയാണ്. ഷബ്ന, സാധാരണ ആരുടെയെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന സിനിമയിൽ ഇത്തരത്തിലൊരു തടയുന്ന നീക്കം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ അതൊക്കെ കലയായി കണ്ടാൽ പോരെ എന്നതാണ് കോടതി അറിയിക്കുന്നത്. വിശദാംശങ്ങൾ രുജീഷ്, തീർച്ചയായും. കാരണം കോടതി ഈ വിഷയത്തെ കണ്ടത് ഒരു കല എന്ന രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അത് സിനിമയെ ഒരു കലയായി കണ്ടാൽ പോരെ എന്ന ചോദ്യമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോടതി ചോദിച്ചത്, ഈ കേസിന്റെ വിചാരണ ഇപ്പോൾ തുടങ്ങാനിരിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കെ നീതിയുക്തമായ വിചാരണ ലഭിക്കില്ല എന്ന ആരോപണമാണ് പിതാവ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ എങ്ങനെയാണ് വിചാരണയെ ഈ കേസ് ബാധിക്കുക, അല്ലെങ്കിൽ ഈ സിനിമ ബാധിക്കുക എന്ന് കോടതി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പിതാവിന്റെ മറ്റൊരു ആരോപണം, മകനെ ഏതെങ്കിലും തരത്തിൽ വെറുതെ വിട്ടാൽ, അതായത് വിചാരണക്കൊടുവിൽ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അതിനുശേഷം ആ വെറുതെ വിടുന്നത് അത് പരിഹരിക്കാനാവാത്ത ഒരു നഷ്ടമായിരിക്കും ഈ സിനിമ പുറത്തു വന്നാൽ. സിനിമയുടെ ട്രീസർ അടക്കം പുറത്തു വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചരണം കുടുംബത്തിനെതിരെയാണ്. മറ്റൊന്ന്, മകൻ കൃത്യമായ ഒരു വിചാരണ നടപടി നേരിടാൻ മകന് സാധിക്കാതെ വരും. അതുകൊണ്ട് ഈ സിനിമയുടെ ചിത്രീകരണവും റിലീസിംഗും തടയണം എന്നൊരു ആവശ്യമായിരുന്നു അഫാന്റെ പിതാവ് അബ്ദുറഹ്മാൻ ഉന്നയിച്ചിരുന്നത്. എന്നാൽ കോടതി ഇപ്പോൾ ഇതിൽ ഇടപെടാതെ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും സിനിമയുടെ റിലീസിംഗ് തടഞ്ഞിട്ടില്ല. നമുക്കറിയാം, വെഞ്ഞാറമൂട്ടിൽ കഴിഞ്ഞ വർഷമാണ് ഈ 5 പേരെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ ക്രൂര കൊലപാതകം സംബന്ധിച്ച് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഈ കൗമാരക്കാരുടെ മാനസികാവസ്ഥ സംബന്ധിച്ചുള്ള ഒരു പ്രമേയം ആസ്പദമാക്കിയാണ് സിനിമ എന്ന് സംവിധായകൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതും ഈ സംഭവവുമായി ബന്ധമില്ല, ഈ 5 പേരുടെ കൊലപാതകവുമായി ബന്ധമില്ല. പക്ഷേ കൗമാരക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ലഹരി, അതോടൊപ്പം തന്നെ അക്രമവാസനകൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ എന്നതായിരുന്നു സംവിധായകന്റെ വിശദീകരണം. ഏതായാലും സെൻസർ ബോർഡിനോട് ഇത് സംബന്ധിച്ച് കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. തൽക്കാലം അതിന്റെ ചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞിട്ടില്ല.